अप्रिय प्रसंग है कि अनेक बार आपसे अनुरोध किए जाने के पश्चात भी അസാധാരണ നടപടിയാണ്. 3 ദിവസങ്ങളിലായി പ്രതിപക്ഷത്തെ മഹാഭൂരിപക്ഷവും സഭയ്ക്ക് പുറത്ത്. പാർലമെന്റിലെ സുരക്ഷാ വീഴ്ച, സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം, പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും സഭയിൽ പ്രസ്താവന നടത്തണം എന്നതാണ് പ്രതിപക്ഷം ഉന്നയിച്ച ആവശ്യം. അത് അംഗീകരിക്കപ്പെട്ടില്ല. പ്രതിഷേധം അണപൊട്ടി. പ്രതിപക്ഷത്തെ ഒന്നടങ്കം പുറത്തു നിർത്തി ഇന്ത്യ ഭരിക്കാൻ, ഏകപക്ഷീയമായി ഇന്ത്യ ഭരിക്കാൻ മനസ്സ് കാണിക്കുന്ന ആ മനസ്സിന്റെ വൈകൃതത്തെക്കുറിച്ച് ഈ നാട് ചിന്തിക്കണമെന്നതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ജനാധിപത്യം ചവിട്ടിമെതിക്കപ്പെടുന്നു എന്നാരോപിച്ച് ഇന്ത്യ സഖ്യം പാർലമെന്റിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പ്രതിഷേധിച്ചു. We have to really start, unfortunately, writing the obituaries for parliamentary democracy in India. Instead, today what we have is a completely one-sided and unfair process. പ്രതിഷേധത്തിനിടെ പ്രതിപക്ഷ അംഗം രാജ്യസഭാ അധ്യക്ഷൻ ജഗ്ദീപ് ധൻഖറെ അനുകരിച്ചത് വിവാദമായി. തന്റെ കർഷക ജാട്ട് പശ്ചാത്തലമാണ് അപമാനിക്കപ്പെട്ടത് എന്ന് ധൻഖർ സഭയിൽ പറഞ്ഞു. പ്രതിപക്ഷത്തെ രൂക്ഷമായി വിമർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2024 പ്രതിപക്ഷം പ്രതിപക്ഷത്ത് തന്നെ എന്ന് പറഞ്ഞു. ഇന്ത്യ സഖ്യത്തിലെ മഹാഭൂരിപക്ഷം എംപിമാരെയും സസ്പെൻഡ് ചെയ്ത ശേഷം ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ ബില്ല് എന്നിവ സർക്കാർ ലോക്സഭയിൽ അവതരിപ്പിച്ചു. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.